ഒന്നും ചെയ്യാത്ത നിർഗുണനാണ് ഈശ്വരൻ. ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിനോളം ഭാര്യാവിരഹ ദുഃഖം അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? 10 ദിക്കിലേക്കും ഒരുപോലെ രഥമോടിക്കാൻ കഴിവുള്ളവൻ, ദേവലോകത്ത് ചെന്ന് ദേവന്മാർക്ക് വേണ്ടി അസുരരോട് യുദ്ധം ചെയ്തവൻ, ശമ്പരാസുരനെ വധിച്ചവൻ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് 358ഓളം ഭാര്യമാരുണ്ടായിരുന്നു. സത്യസന്ധതയും ധാർമ്മിക ബോധവും അദ്ദേഹത്തിന് ദുഷ്ടസംസർഗത്തിൽ നിന്നും എപ്പോഴും മാറ്റി നിർത്തി. ആ 3 പർവ്വത ത്രികുടാചലത്തോടുകൂടി വാലിച്ചുരുട്ടി ഞാൻ മുണ്ട കൊണ്ട് വച്ചു തരുമായിരുന്നു. ചാരന്മാർ രാജാവിന്റെ ദൃഷ്ടികളാണ്. അത് മനുഷ്യജീവിതം എങ്ങനെയാണ്? വന്യസന്തപ്ത ലോകസ്താംബ കുഞ്ചുനാ സന്നിഭം ഭക്തജന്മം ക്ഷണഭംഗം. നമസ്തേ. രാമായണത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ അല്ലെങ്കിൽ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എനിക്കൊപ്പം ഉള്ളത് പള്ളിമംഗലത്ത് ജയകൃഷ്ണനാണ്. ജയകൃഷ്ണൻ ചേട്ടാ നമസ്കാരം. ഇപ്പോ രാമായണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ വരിയിലും ഓരോ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നാലും അതിൽ നിന്ന് ഏറ്റവും പ്രസക്തമായിട്ട് ഒരു ആ മനുഷ്യന്റെ നിത്യജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ അല്ലെങ്കിൽ ഗുണപാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? രാമായണത്തിൽ ഒന്നാമത് ഉൾക്കൊള്ളേണ്ട പാഠം ആത്മാരാവനാവുക എന്നുള്ളത് തന്നെ. കാരണം എന്താണ്? ധർമ്മത്തിന് ഒരു ശരീരമുണ്ടായാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ. അപ്പോൾ വിഗ്രഹം എന്ന വാക്കിന് വിശേഷണ ഗ്രഹിക്കപ്പെട്ടെന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്ന വിശേഷണത്തെ സ്വയം ഗ്രഹിച്ച് സ്വരൂപമാക്കിയവൻ രാമൻ. അതുകൊണ്ട് ഒന്നാമത് സ്വീകരിക്കേണ്ട ഗുണപാഠം രാമനെ പൂജിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രാമനാവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ രാമായണം നൽകുന്ന സന്ദേശം, ഭഗവാൻ മനുഷ്യാകൃതി പൂണ്ട് ഇങ്ങനെ വന്ന സമയത്ത് ഒരു ദുഃഖത്തിൽ നിന്നും ഭഗവാൻ പിന്മാറുന്നില്ല. അപ്പോൾ അതിൽ തന്നെ പറയുന്നത് എന്താ? രാമൻ്റെ വാക്കുകൾ തന്നെ കൗസല്യോട് എന്താ പറയുന്നത്? പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരം. വലിയൊരു പാഠമാണ്. ഇപ്പോൾ രാമായണത്തിൻ്റെ തുടക്കത്തിൽ പ്രാരബ്ധ കർമ്മങ്ങൾ എന്നൊരു വാക്ക് പറയും. അപ്പോൾ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നു. അപ്പോൾ ഒരു വാക്കാണത് പ്രാരബ്ധം. മറ്റൊരു വാക്കുണ്ട് പ്രാരാബ്ധം. ഒരു ദീർഘം കൂടുമ്പോൾ രണ്ടർത്ഥമാണ്. പ്രാരബ്ധം എന്നാൽ ഈ പറഞ്ഞതാണ് പൂർവ്വജന്മാർജിതമായ സഞ്ചിത കർമ്മം തന്നെയാണ്. ഒറ്റ വാക്കിൽ സഞ്ചിത കർമ്മം. അപ്പോൾ ഇങ്ങനെ ഒരു ഉപദേശം രാമായണത്തിലുണ്ട്. അപ്പം നമുക്കത് സംശയം തോന്നാം, ഇങ്ങനെ പൂർവ്വജന്മ കർമ്മഫലം നമ്മളെ പിന്തുടരുമോ? തീർച്ചയായിട്ടും പിന്തുടരും. ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് വിഷമം തോന്നാറില്ലേ? ചില കുഞ്ഞുങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ പ്രസവത്തിൽ മരിച്ചു പോകും. എന്ത് പാപം ചെയ്തിട്ട്? അല്ലെങ്കിൽ രോഗങ്ങൾ വന്ന് വളരെ ക്ലിഷ്ടത അനുഭവിക്കുന്നത് എന്ത് പാപം ചെയ്തിട്ട്? അപ്പോൾ ശിഷ്ട കർമ്മഫലമാണ് അവരനുഭവിക്കുന്നത് ഈ ജന്മത്തിൽ. അത് ഇപ്പോൾ ആധുനിക ശാസ്ത്രവും അതിനെ സംബന്ധിച്ചുള്ള പഠനം ആരംഭിച്ചിട്ടുണ്ട്. രാമായണത്തിൽ അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ആത്മീയമായി ചിന്തിച്ച് തുടങ്ങുമ്പോൾ എല്ലാവരും ആത്മീയമായി ചിന്തിക്കണമെന്നില്ല. യുക്തിവാദികളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അവരുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ വേറെയാണ്. അപ്പോഴും അവർക്കൊരു വിശ്വാസ പ്രമാണമുണ്ട് എന്നുള്ളത് സത്യമാണ്. ആകാശത്തേക്ക് കൈമുറുക്കി ഇടിച്ചാൽ വിപ്ലവം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ പല പ്രമാണങ്ങളുണ്ട്. എവിടെയാണെങ്കിലും എന്തുകൊണ്ടോ ഭാരതീയനിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ആചാരം വന്ന് ഭവിക്കുന്നുണ്ട്. അത് ഭാരതത്തിൻ്റെ ആ മണ്ണിൻ്റെ പ്രത്യേകത. അതിന് കാരണം ഇത്തരത്തിലുള്ള മഹാത്മാക്കൾ കൊളുത്തിയ ആത്മദീപം ഓരോ ഭാരതീയൻ്റെ ഉള്ളിലും അയാൾ അറിയുന്നുണ്ടെങ്കിലും അറിയുന്നില്ലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഈ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കണം. രാമൻ അതിൽ നിന്നും പിന്മാറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മീയതയിലേക്ക് വരുന്നൊരാൾ പുണ്യപാപങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ഞാനിത് ചെയ്യാമോ, ചെയ്യാൻ പാടില്ലേ? ഒരു ഉദാഹരണത്തിനൊരു കഥ പറയും. ശ്രീരാമകൃഷ്ണദേവന് നാഗമഹാസേന എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം കൊതുവിനെ കൊല്ലുന്ന പാപമാണോ എന്ന് അന്വേഷിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മൂട്ടയെ കൊന്നുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണദേവനെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് മറ്റൊരു ജീവിയെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മീയമായി അന്വേഷിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ എല്ലാം പാപമാണോ പുണ്യമാണോ, പാപമാണോ പുണ്യമാണോ, ഇതാണ് ചിന്ത. ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത പോകും. അപ്പോഴും ആത്മീയത വന്നിട്ടില്ല. സംശയമുള്ളൊരവസ്ഥയല്ല ആത്മീയത എന്ന് പറയുന്നത്. അതെ, സംശയമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഗീതയിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. അയാളുടെ പ്രജ്ഞയ്ക്ക് ചലനമില്ല.
സ്ഥിതപ്രജ്ഞനാണ്. അങ്ങനെ ആവുക എന്നുള്ളതാണ്. അപ്പോൾ രാമായണത്തിൽ ഇതിന് വ്യക്തമായ ഉത്തരവുണ്ട്, ഒരു ഉപദേശ രൂപത്തിൽ, ഗുണപാഠ രൂപത്തിൽ. ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട, ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളോ മറ്റോ ഒക്കെ നമ്മൾ അന്വേഷിച്ച് നടന്ന് വന്ന് ഭവിക്കുന്നതല്ല. നമ്മൾ വിചാരിക്കും ഞാനിത് നേടി, എൻ്റെ പ്രയത്നം കൊണ്ടാണ് നേടിയത്, എൻ്റെ കഴിവാണ്. ഇതൊന്നുമല്ല. ഇതൊക്കെ വിധികൃതമാണ്, നേരത്തെ നിശ്ചയിക്കപ്പെട്ടുള്ളതാണ്. ഇനി നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേടാനുള്ള അറിവുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, എന്നിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ലല്ലോ, വിധിയില്ലാത്തതാണ്. അപ്പോൾ എന്ന് വെച്ച് ഭോഗം വിധികൃതമാണ്, അത് നമുക്ക് വന്ന് ഭവിക്കും. അതിനന്വേഷിച്ച് നടക്കണ്ട എന്നാണ് രണ്ടാമത്തെ വഴി. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട. പക്ഷെ ഈ വിധിയെ കുറിച്ച് പറയുമ്പോ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ യുക്തിവാദികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭഗവാൻ മുൻകൂട്ടി വിധിക്കുന്നതാണ് എങ്കിൽ എന്തിനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂമിയിൽ? നല്ല എന്നുവെച്ചാൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ദൈവത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വഴിപാടുകൾ ചെയ്യാറുണ്ട് അത് മാറിക്കിട്ടാൻ വേണ്ടി, ആ ദുരിതങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട്. ഇതേ ദൈവം വിധിച്ചത് തന്നെയാണ് ഈ ദുരിതങ്ങളിൽ നിന്നെങ്കിൽ പിന്നെ വീണ്ടും തിരിച്ച് എന്തിന് ദൈവങ്ങൾക്ക് അടുത്തേക്ക് പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ന്യായമായ ചോദ്യമാണ്. ഭൗതിക ലോകത്തിരിക്കുമ്പോൾ നമ്മൾ നക്ഷത്രങ്ങളെ കാണാറില്ലേ? നമ്മുടെ കണ്ണിൽ അത് എത്ര വലിപ്പമുണ്ട്? ചെറുതാണ്, വളരെ ചെറുതാണ്. മറ്റൊരു ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും നൈമിഷികമാണ് നമ്മുടെ ജീവിതം, വളരെ നൈമിഷികമാണ്. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെന്തോ വലിയ സംഭവമാണ്, അത് ഞാൻ ഇത്രയും പുണ്യം ചെയ്ത ആളാണ്, എന്നിട്ട് എനിക്ക് കഷ്ടപ്പാട് വന്നു. അപ്പോൾ എന്തിന് ഈശ്വരൻ ഇങ്ങനെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു? സദ്വൃത്തന്മാരാണോ നമ്മൾ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം വാസനാബലം കൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ജന്മത്തിലെയോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ആർജിച്ച പുണ്യത്തിൻ്റെയോ പാപത്തിൻ്റെയോ ഒരു വാസനാബലം നമ്മളെ പിന്തുടരുന്നുണ്ട്. നമ്മൾ എത്ര തന്നെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, 1000 ആളുകളുടെ മുന്നിൽ ആദർശശാലിയായി പെരുമാറാൻ ഒരാൾക്ക് എളുപ്പമാണ്. ആരും കാണാനില്ലാത്തപ്പോൾ അവൻ എന്ത് പെരുമാറുന്നു, അതാണ് അവൻ്റെ ആദർശം. മനസ്സിലായി? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആരോപിക്കുകയാണ് ഈശ്വരനാണ് ഈ ക്ലിഷ്ടത ഉണ്ടാക്കുന്നത്. ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്ത നിർഗുണനാണ് ഈശ്വരൻ. ഒരു സംശയം വേണ്ട, ഈശ്വരൻ നിർഗുണനാണ്. നമുക്ക് ഫലം തരുന്നവരെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. അപ്പോൾ കർമ്മഫലമാണ് ഈശ്വരൻ. അപ്പോൾ കർമ്മം ചെയ്താരാ? നമ്മൾ തന്നെയല്ലേ. എന്നിട്ട് ഈശ്വരനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വരൻ എവിടെയെങ്കിലും ഏതെങ്കിലും ദർശനങ്ങളിൽ കൂടി നമ്മളോട് സ്വാർത്ഥമായി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ ഉദാഹരണമാക്കി എഴുതാൻ മതി. നമുക്ക് വരുന്ന സുഖസൗകര്യങ്ങളൊക്കെ വിധികൃതമാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്ത പോകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. 1000 രൂപ കൊടുത്ത് ഞാനൊരു ഷർട്ട് വാങ്ങി, അതേ സന്തോഷം. ആർക്കും ഇല്ലാത്ത ഷർട്ടാണ്. പോകുന്ന വഴിക്ക് ഒരു മുള്ളിലുടക്കി അല്ലെങ്കിൽ ഒരു വേലിയെ ഉടക്കി അത് കീറിപ്പോയി, അപ്പോൾ 1000 രൂപയുടെ ദുഃഖമായി. വാസ്തവത്തിൽ ഇതാണ്. അപ്പോൾ ഈശ്വരനെ അന്വേഷിക്കുന്നതോ പരിഹാര പൂജ കഴിക്കുന്നതോ ഒക്കെ നമ്മുടെ മനഃശാന്തിക്കാണ്, ആത്മശാന്തിക്കല്ല. കാരണം എന്ത് തന്നെ സംഭവിച്ചാലും വിധികൃതമായ കാര്യം ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആകെ ഞാൻ എൻ്റെ അനുഭവത്തിൽ കേട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം, ഒരാളുടെ ഗ്രഹനില പോലും മാറും അയാൾ നാമജപത്തിന് വിധേയനായാൽ. ഏത് ഗ്രഹവും മാറി നിൽക്കും. കാരണം എന്താണ്? അയാളിൽ ഉണ്ടാകുന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓറയ്ക്കുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുമല്ലോ, ആത്മചൈതന്യം, അതാണ് ഓറ. അപ്പോൾ ആ ആത്മചൈതന്യം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായ പരിവർത്തനം ഉണ്ടാവും. അല്ലാതെ പരിഹാര പൂജകൾ കഴിച്ചതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മനസ്ഥിതിയിൽ മാറ്റം വരുന്നില്ലെങ്കിൽ, പൂജ ഒരു വ്യവസ്ഥിതിയാണ്. വ്യവസ്ഥിതി കൊണ്ട് പരിവർത്തനം വരില്ല, മനസ്ഥിതി കൊണ്ട് പരിവർത്തനം വരും. അപ്പോൾ പൂജ കഴിക്കാൻ ആചാര്യന്മാർ പറഞ്ഞത് അത് അശാസ്ത്രീയവുമല്ല. മറിച്ച് ഈ പൂജ കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു ദോഷം വന്ന് ഭവിച്ചിട്ടുണ്ടെന്നും ആ ഭവിച്ച ദോഷത്തിന് ഈ മന്ത്രം, ആ മന്ത്രത്തിൻ്റെ അർത്ഥം ചിന്തിച്ചാൽ മനസ്സിലാവും. അർത്ഥം മനസ്സിലാവാതെ മറ്റൊരാളെ ശമ്പളത്തിന് കൊടുത്ത് പൂജ കഴിപ്പിച്ചാൽ പോരാ. നമ്മളും ആ മന്ത്രത്തെ അനുസരിക്കണം, നമ്മളും ആ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം വന്നു ചേരുക തന്നെ ചെയ്യും. കാരണം അതൊരു ഈശ്വര ഭജനമാണ്. അത് നിസ്വാർത്ഥമായ ഉള്ളലിഞ്ഞുള്ള ഭക്തി, അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാക്കാം. ഇനി മറ്റു ഗുണപാഠങ്ങളിലേക്ക് നമ്മൾ രാമായണത്തിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് പ്രാധാന്യമുള്ളതായി തോന്നിയത് ഏതായിരിക്കും? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തുടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ വാൽമീകിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, വാൽമീകിയുടെ ഭാര്യ ഒരു കാട്ടാള സ്ത്രീയാണ്. പക്ഷെ അവർ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ എനിക്കോട് ഇന്ന് അത് ഉപയോഗിക്കാത്ത മലയാളി ഉണ്ടാകില്ല. കാരണം അത്രത്തോളം ഉൾക്കൊണ്ടിരിക്കുന്നു മലയാളികൾ അത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള കഥ, അല്ലെങ്കിൽ ആ ഒരു
താൻ താൻ നിരന്തരം, എനിക്ക് തോന്നുന്നു അതിന് മുൻപ് 2 വരികളുണ്ട്. ആ ശ്ലോകത്തിന്റെ അർത്ഥവും അതിന്റെ കാര്യങ്ങളും കൂടി. അതിൽ നമ്മൾ ഒരു 2 കാര്യങ്ങൾ അതിനെ 2 രീതിയിൽ വീക്ഷിക്കണം. ഒന്ന്, കാട്ടാള സ്ത്രീയായ അവർക്ക് അതെ. എവിടുന്നാണ് ഇത്രയും വലിയ തത്വദർശനം? ആലോചിച്ച് നോക്കൂ. അപ്പൊ അവർക്ക് പോലും അത്രയും വലിയ തത്വബോധം ആ ത്രേതായുഗത്തിൽ സ്വാധീനം കൊണ്ടുണ്ടായിരുന്നു. അവർക്ക് പോലും സപ്തർഷിമാരെ ദർശനം സാധ്യമായിരുന്നു. അതെ. ഇന്ന് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഭയങ്കരമായി നാമം ജപിക്കുന്നു, ഞാൻ രാമായണ ഉപാസനകനാണ്, ഞാൻ അങ്ങനത്തവനാണ്, ഇങ്ങനത്താണ് സ്വയം പുകഴ്ത്തുന്ന നമുക്ക് പോലും ഇങ്ങനെ ഒരു ദർശനത്തിന് പോയിട്ട് അങ്ങനെ ഒരു ചിന്ത സപ്തർഷികളൊക്കെ ഉള്ളതാണോ എന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയേക്കാം. ഈ പറഞ്ഞത് അവരോട് വാത്മീകി പോയി ചോദിക്കാൻ കാരണം സപ്തർഷികളുടെ ഒരു പറച്ചിലാണല്ലോ. എന്താണ്, എന്തിനാണ് നീ ഇങ്ങനെ പിടിച്ചു പറിക്കുന്നത് എന്ന് വാത്മീകിയോട് ചോദിക്കുമ്പോൾ വാത്മീകി പറയുകയാണ്, എനിക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ചോരനായിട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങളടുത്തും എന്തെങ്കിലും പിടിച്ചു പറിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് കയ്യിലുള്ളത് തന്നിട്ട് പൊക്കോളുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സപ്തർഷികൾ പറഞ്ഞു, ശരി, നമ്മൾ ഇത് നമ്മുടെ കയ്യിലുള്ളത് വസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും തരാം, പക്ഷെ അതിനു മുമ്പ് നീ ചെയ്യുന്നതിന് ഫലം അവരും കൂടെ പകുത്തിട്ട് വാങ്ങുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് വാത്മീകി അത് യുക്തിസഹമായി തോന്നി. അദ്ദേഹം പോയി ചോദിക്കുകയാണ്. ചോദിക്കുന്ന സമയത്ത് അവർ പറയും, അതെങ്ങനെ ശരിയാകും? നിത്യമൊഴിഞ്ഞുള്ള കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? ബാക്കി 2 വരി എല്ലാവർക്കും അറിയാം, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിരുന്നത്. പക്ഷെ മറ്റ് വരി, ആദ്യത്തെ 2 വരി വളരെ പ്രസക്തമാണ്. നിത്യമൊഴിഞ്ഞുള്ള കർമ്മഗണഫലം, നമ്മൾ നിത്യേന ചെയ്യുന്ന കർമ്മങ്ങളുടെ അകൂട്ടങ്ങളുടെ ഫലം കർത്താവ്, അതായത് ആരാണോ ചെയ്യുന്നത് അയാൾ ഒഴിഞ്ഞ് മറ്റാർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു, ഞങ്ങളെ കൊണ്ട് നടക്കൂല. അതായത് രാമായണത്തിൽ തന്നെ മറ്റൊരു വരി സമാനമായി പറയുന്നുണ്ട്, അതായത് പുണ്യപാപങ്ങൾ ദാനം ചെയ്യുന്നതിന് ഈശ്വരന് പോലും സാധ്യമല്ല എന്നുള്ള അർത്ഥത്തിൽ വേറൊരു വരി പറയുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും രാമായണത്തിൽ 2-3 സ്ഥലങ്ങളിൽ ഇതേ അർത്ഥത്തിൽ പറയുന്നുണ്ട്. നീക്കാവതല്ല സുരാസുരന്മാരാലും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഫലം നമ്മൾ അനുഭവിച്ചേ പതിയോ. അപ്പോൾ ബുദ്ധിയുള്ളൊരുത്തൻ എന്താണ്, അതും രാമായണത്തിൽ പറയുന്നുണ്ട്, സുകൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളണം ബുധജനം. രാവണന്റെ ക്ലിഷ്ടത കണ്ടിട്ട് ലങ്കയിലെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞ വരികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മാറ്റാവുന്നതല്ല, നമ്മൾ അതിനു മുമ്പാണ് ആലോചിക്കേണ്ടത്, ഇതെനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെ നമ്മൾ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അത് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവും. നമ്മളിപ്പം ആധുനിക ശാസ്ത്രം അതാണല്ലോ പറയുന്നത്, എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഒന്നുകൂടി പരിശോധിക്കാം. ദശരഥ മഹാരാജ അതിശക്തൻ, 10 ദിക്കിലേക്കും ഒരുപോലെ രഥം ഓടിക്കാൻ കഴിവുള്ളവൻ, ദേവലോകത്ത് ചെന്ന് ദേവന്മാർക്ക് വേണ്ടി അസുരരോട് യുദ്ധം ചെയ്തവൻ, ശംബരാസുരനെ വധിച്ചവൻ, ഇത്രയൊക്കെ വീരശൂര പരാക്രമി, അശ്വമേധം നടത്തിയവൻ അല്ലേ, പുത്രകാമേഷ്ടി നടത്താൻ കൽപ്പുണ്ടായിരുന്നവൻ, അങ്ങനെ മക്കളെ അഗ്നിദേവനിൽ നിന്ന് നേടിയെടുത്തവൻ, ഇങ്ങനെയൊക്കെ ഉള്ള ദശരഥ മഹാരാജാവിന് എന്താ പറ്റി? പുത്രദുഃഖത്താൽ മരിക്കേണ്ടി വന്നു. അതിന് നല്ലൊരു ഉപദേശം രാമായണത്തിൽ പറയുന്നുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: ധീരനായ ഏറ്റം ഗുണാന്വിതനായി, ഗുണാചാര സംയുക്തനായി, നീതിജ്ഞനായി, നിജ ദേശിക വാക്യസ്ഥിതനായി, സുശീലനായി, ആശയശുദ്ധനായി, വിദ്യാനിരതനായി, ശിഷ്ടനായി ഉള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വരും. ദുർജന സംഘം ഏറ്റമകലവേ വർജിക്ക വേണം ബുധജനം. അത് ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യണം? ദുഷ്ടസംസർഗം ഏറ്റവും അകലത്ത് വയ്ക്കണം. അതിനൊരു ഉപദേശ രൂപത്തിൽ ഒറ്റ വാക്കിൽ താഴെ പറയുന്നു: കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. അതായത് സ്വർണം ലോകത്തെ ഏറ്റവും തിളക്കമുള്ളൊരു വസ്തുവാണല്ലോ, വസ്തുക്കളിൽ ഒന്നാണ് സ്വർണം, അഷ്ടമംഗലങ്ങളിലൊന്നാണ്. ആ സ്വർണത്തിനെ എടുത്ത് നല്ലൊരു ചെളിയെ മുക്കിയാലോ, ചെളിയുടെ നിറത്തിലേക്ക് സ്വർണത്തിന് പിന്നെ ഒരു അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല, കാരണം സ്വർണം ചെളിയിലാണോ കിടക്കുക, ഇത് സ്വർണ്ണമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വർണം പോലെ ആയിരിക്കാം, പക്ഷേ നമ്മൾ ആരോട് ചേരുന്നോ അങ്ങനെ ആയിപ്പോൾ. ദശരഥ മഹാരാജാവിന് കൈകേയിയോടുണ്ടായിരുന്ന അമിതമായ സ്നേഹം, അവർക്കുണ്ടായ ദുഷ്ടസംഘം, എന്താ മന്ധരയുടെ ഉപദേശം കേട്ടിട്ട്, ദേവകാര്യാർത്ഥത്തിന് അതൊക്കെ രണ്ടാമത്തെ കാര്യം, ദേവകാര്യാർത്ഥമായിട്ട് സരസ്വതി ദേവി പറയുന്ന അതൊക്കെ. പക്ഷേ എങ്കിലും ഒരു സാധാരണ മനുഷ്യൻ്റെ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ
ഈ ഭാര്യയ്ക്ക് ഇത്രയും വിധേയനാക്കപ്പെട്ട, അദ്ദേഹം തന്നെ പറയുന്നല്ലോ, നൂനം നിനക്കധീനം മമ ജീവനം. അദ്ദേഹം എന്തൊക്കെ വാക്കാ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ദരിദ്രനായ ഒരുത്തൻ നിനക്ക് ഇഷ്ടപ്പെട്ടവനാണെങ്കിൽ അയാളെ അർദ്ധപതിയാക്കി വെക്കാമെന്ന് പറയുന്നു. പിന്നെ അന്ധമായിട്ടുള്ള ഒരു സ്നേഹമല്ലേ അത്? അതൊരു അന്ധമായിട്ടുള്ള സ്നേഹം, അന്ധമായ സ്നേഹമായിരുന്നു, അന്ധമായ സ്നേഹം തന്നെയായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ്. വെറും അവരുടെ സൗന്ദര്യം കൊണ്ടുള്ള ഇത് മാത്രമല്ല, അവരത്ര ഈ ഉരുക്കു വനിത എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അവരേ ഉള്ളൂ, അത്ര അറിവില്ലാത്തവരുമല്ല. അപ്പോൾ അങ്ങനെ അവർക്ക് രാഷ്ട്രതന്ത്രവും യുദ്ധതന്ത്രവും അവരുടെ വീര്യവും ഗുണവും സർവോപരി സൗന്ദര്യവും ദശരഥ മഹാരാജാവിന് അങ്ങനെയൊക്കെ. അപ്പോൾ രാമായണത്തിൽ തന്നെ അതിന് മറ്റൊരു വരിയുണ്ട്, ആഗ്രഹമൊന്നുങ്കൽ ഏറിയാൽ ആപത്ത് വന്നു കൂടും പുരുഷന് നിർണയം. രാവണനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കും. അതെ, ദശരഥനെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദശരഥനതല്ല, എല്ലാവർക്കും ബാധകമാണ്. രാമനാണെങ്കിലും ബാധകമാണ്. രാമൻ പല സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ലേ. നിങ്ങൾ നോക്കൂ, ദശരഥന് പട്ടമഹിഷിമാരായി 3 ഭാര്യമാരുണ്ടായിരുന്നു, കൗസല്യ, കൈകേയി, സുമിത്ര. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് 388ഓളം ഭാര്യമാരുണ്ടായിരുന്നു. കാരണം അന്നത്തെ വ്യവസ്ഥ അതായിരുന്നു, സ്ത്രീകളുടെ എണ്ണം കൂടുതലും രാജാവ് അങ്ങനെ സംരക്ഷിച്ചത് ഇതൊക്കെയാണ്. അപ്പോൾ അത്രയും ഭാര്യമാരും 3 പട്ടമഹിഷിമാരും ഒക്കെ ഉള്ള ദശരഥൻ്റെ മകൻ രാമൻ ഏകപത്നിവ്രതനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ സത്യസന്ധതയും ധാർമ്മിക ബോധവും അദ്ദേഹത്തിന് ദുഷ്ടസംസർഗത്തിൽ നിന്ന് എപ്പോഴും മാറ്റി നിർത്തി. ലക്ഷ്മണനോട് പറഞ്ഞ മറ്റൊരു ഉപദേശം രാമായണത്തിലുണ്ട്. ഈ ലങ്കയിലെ അത്യാഡംബരങ്ങളും യുദ്ധഭൂമിയിൽ നിന്ന് ആദ്യം കാണുന്ന കാഴ്ച എന്നറിയാം, രാവണൻ്റെ ഒരു വലിയ ശൗചാലയം, കുളിമുറി. അത് കാണുന്ന സമയത്ത് അതിൻ്റെ നിലത്ത് പാകിയിരിക്കുന്നത് ഒരു ഇന്ദ്രനീല കല്ലാണ്, ലൈറ്റില്ല അവിടെ. ഈ ഇന്ദ്രനീല പ്രഭ അതിന് പ്രകാശമായി ഉണ്ട്. അപ്പോൾ ലക്ഷ്മണൻ്റെ ആഗ്രഹം തോന്നി, ഇതിനെ അയോധ്യയിലേക്ക് കൊണ്ടുപോയാലോ, ഇത്രയും നമ്മൾ ഇനി അയോധ്യയ്ക്ക് പോകേണ്ട ആവശ്യം തന്നെ ഉണ്ടോ, ഇവിടെ ഇത്രയും സ്വർണവും കാര്യങ്ങളൊക്കെ ഇല്ലേ. അന്ന് ഭഗവാൻ പറഞ്ഞ വാക്കാണ് എന്താ, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. രാമായണത്തിലെ മറ്റൊരു വലിയ ഒരു ഉപദേശമല്ലേ ഇത്. ദശരഥ മഹാരാജാവിൻ്റെ മകനായ രാമൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ധാർമ്മിക ചിന്ത ഒരാളെ എത്രത്തോളം ഉയർത്തും എന്നുള്ള ഏറ്റവും വലിയ സന്ദേശവും രാമായണത്തിലുണ്ട്. ഇപ്പൊ നമ്മളൊരാളുടെ ഒപ്പം കൂട്ടിച്ചേരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു സന്ദേശമായിരിക്കാം അത് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, കുട്ടികളായാലും പുതിയ തലമുറയാണെങ്കിലും ഒക്കെ കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇന്നത്തെ തലമുറ അതിനെ ഉൾക്കൊള്ളേണ്ട രീതി എങ്ങനെയായിരിക്കും? നല്ല ചോദ്യമാണ്. നമ്മൾ രാമായണത്തിൽ എടുത്തു നോക്കിയാൽ ബാലിയെ വധിച്ചിട്ട് ഭഗവാൻ സുഗ്രീവനെ സ്വീകരിക്കും. യഥാർത്ഥത്തിൽ രാവണനെ വിജയിക്കാൻ കുറച്ചുകൂടി എളുപ്പം ബാലിയെ സ്വീകരിക്കുന്നതായിരുന്നു. പക്ഷേ അധർമ്മിയായ ബാലിയെ ഭഗവാൻ സ്വീകരിക്കുന്നു. ബാലിയെ വധിക്കുമ്പോൾ ബാലി ചോദിക്കുന്നുണ്ടല്ലോ, ഈ രാവണനാണ് പ്രശ്നമായിരുന്നെങ്കിൽ അവനെ ത്രികുടാചലത്തോടുകൂടി, ഈ 3 പർവ്വതങ്ങൾ ചേരുന്നതാണ് രാവണൻ്റെ കോട്ട, ആ 3 പർവ്വതം ത്രികുടാചലത്തോടു കൂടി വാലിച്ചുരുട്ടി ഞാൻ മുമ്പേ കൊണ്ട് വച്ചു തരുമായിട്ടുണ്ട്. കാരണം അതിന് പോന്നവനാണ് ബാലി, എന്തും ചെയ്യാൻ പോന്നവനാണ്. പിന്നെ എന്തിന് വാനരത്തെ ചതി ചെയ്തു കൊന്നു, വാനര മാംസം അഭക്ഷ്യമത്രേ, അതിൻ്റെ മാംസം പോലും ആരും കഴിക്കില്ല, പിന്നെ എന്തിനീ വാനരത്തിന് ഇങ്ങനെ ചതി ചെയ്തു കൊന്നു, അതൊരു ചോരധർമ്മമായി പോയില്ലേ. മറ്റൊരു ഉപദേശം വരുന്നു രാമായണത്തിൽ, എന്താണ്, പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഒരുപോലെയാണ്. ഇത് വേദവാക്യമാണ് എന്ന് രാമൻ പറയുക. അപ്പോൾ പുത്രി മകള്, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യ, അമ്മ, ഇതഞ്ചും ഒരേപോലെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നീ എങ്ങനെ ധർമ്മിയാവും? അതുകൊണ്ട് ആ ധർമ്മിയുടെ സഹായം വേണ്ട എന്നുള്ള അർത്ഥം തന്നെയാണ് നിന്റെ സഹായം. ഒഴിവാക്കി അതിൽ നിന്ന് ദുർബലനായ സുഗ്രീവനെ, ബാലിയെ അപേക്ഷിച്ച് ദുർബലനാണല്ലോ, സ്വീകരിച്ചു. ഇനി ലങ്കയിലോ വിഭീഷണനെ സ്വീകരിച്ചില്ലേ, ശരണം പ്രാപിച്ച മാരീചനെ ആദ്യം കൊല്ലാതെ വിട്ടില്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ എല്ലാത്തിൻ്റെയും നല്ല അംശത്തിനെ ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം രാമനിൽ നമുക്ക് കാണാൻ പറ്റും. ജടായുവിനെ സ്വീകരിച്ചതും ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇനി അലക്കുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അലക്കുകാരനെ വധിക്കാനല്ല രാമൻ പറഞ്ഞത്. ചാരന്മാർ രാജാവിൻ്റെ ദൃഷ്ടികളാണ്. അപ്പോൾ അവര്
രാജാവിന് അങ്ങ് പോയി കാണാതെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ CCTV ആണ്. അതെ. പക്ഷെ കൃത്യമായ വിവരം അവർക്ക് അതിന് പ്രത്യേകം പരിശീലനം ഉണ്ടായിരുന്നു. രാജ്യത്തിലെ ഓരോന്നിനും പരിശീലനമുണ്ട്. സൈനിക പരിശീലനം ഉള്ളതുപോലെ ചാരന്മാർക്ക് പ്രത്യേകം പരിശീലനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പോലും രാമൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പം സംഘം എന്ന് വെച്ചാൽ എന്തിനോടാണോ ചേരുന്നത് നമ്മൾ അതുപോലെ ആയിത്തീരും. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും. അതായത് സ്ഫടികത്തെ രക്തത്തിലിട്ടാൽ ഞാൻ സ്ഫടികമാണ്, എൻ്റെ നിറം ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് രക്തവർണ്ണത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്തിനോടാണോ ചേരുന്നത് അതുപോലെ ആയി മാറും. നേരത്തെ പറഞ്ഞ വരി അതാണല്ലോ, ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വരും. നമ്മൾ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും സജ്ജനങ്ങൾ പോലും നമ്മളെ സ്വീകരിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ രാമായണത്തിൽ ഉള്ളത് തന്നെയാണ്. ഇനി നമ്മൾ രാവണനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കുംഭകർണൻ രാവണന് 2 തവണയായിട്ട് ഒരേ ഉപദേശം നൽകുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നീതിവാക്യത്തിലാണെങ്കിലും അതിനുശേഷമുള്ള രാവണ സംവാദത്തിലാണെങ്കിലും ഒരേ കാര്യം ആവർത്തിച്ച് രാവണനോട് കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് കൂടി ആ ഉപദേശം എങ്ങനെയാണ്? ആ ഉപദേശം യഥാർത്ഥത്തിൽ കുംഭകർണൻ ഈ ധാർമ്മിക വൃത്തിയിൽ അല്പവും സംശയമില്ലാത്ത ആളാണ്. അദ്ദേഹം രാക്ഷസനാണ്, രാക്ഷസ ജീവിതം തന്നെ നയിച്ചു. എങ്കിലും വളരെ നീതിജ്ഞനായ അറിവുള്ള ഒരാൾ തന്നെയായിരുന്നു കുംഭകർണൻ. അദ്ദേഹം ഒരു ദിവസം നാരദനെ കണ്ടു. നാരദനെ കണ്ടപ്പോൾ നാരദൻ ചോദിച്ചു, എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചു. കുംഭകർണൻ്റെ വിശേഷം പറഞ്ഞപ്പോൾ കുംഭകർണൻ തിരിച്ചു ചോദിച്ചു, മറ്റു ലോകങ്ങളിൽ എന്തുണ്ട് വിശേഷം? വിശേഷം നിങ്ങൾക്കല്ലേ വരാൻ പോകുന്നത്, നിന്നെ കുലത്തോടൊടുക്കാൻ വരുന്നുണ്ട് ഭഗവാൻ, കാരണം നിന്റെ ജ്യേഷ്ഠൻ്റെ ദുഷ്പ്രവൃത്തികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുന്ന രാമൻ ആരാണെന്നും ഏതൊക്കെ അവതാരങ്ങൾ എടുത്തു നാരദമുനി കൃത്യമായ ദിശാദർശനം കുംഭകർണൻ കൊടുക്കുകയും കുംഭകർണൻ അത് ശിരസാ വഹിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ കുംഭകർണനാണ് നേരത്തെ പറഞ്ഞതുപോലെ രാവണനോട് പറയുകയാണ്, നീ ആരോടാണ് ചെന്ന് ഏൽക്കുന്നത്? വമ്പനോടേറ്റാൽ വരും ഫലവേവനും എന്നൊരു വരി പറയാം. നമ്മളെക്കാൾ ശക്തി, അത് ധാർമ്മിക ശക്തിയായാലും ശരി, മാനസിക ശക്തിയായാലും ശരി, കായിക ശക്തിയായാലും ശരി, അതുള്ളവനോട് പോയി ഏൽക്കുമ്പോൾ ആലോചിച്ചോ, അതിൻ്റെ ഫലം ഉടനെ വരുന്നുണ്ട്. അതുകൊണ്ട് നീ പോയി ഇപ്പോൾ ഈ രാമനോട് ഏൽക്കുന്നത്, അതായത് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഏതുപോലെയെന്ന് വെച്ചാൽ നാദഭേദം കേട്ട് മൃഗകുലം ചെന്ന് ഭവിക്കുന്നവർ. അതായത് മാനുകൾ ഈ പക്ഷികളുടെയോ അല്ലെങ്കിൽ മറ്റ് സംഗീതം പോലെയുള്ള ഏത് ശബ്ദം കേട്ടാൽ, മാധുര്യമുള്ള ഏത് ശബ്ദം കേട്ടാൽ അതിൽ മതിമറന്ന് ഇങ്ങനെ ലയിച്ചു നിൽക്കും. അത് മാനുകളുടെ ഒരു സ്വഭാവമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് വേടന്മാർ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ മാനുകളെ പിടിക്കുക. അല്ലെങ്കിൽ മാനു വലിയ ഓട്ടക്കാരനാണല്ലോ, അതിനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേപോലെ പറയുന്നു, അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായി ചെന്ന് വീഴുന്നു. അഗ്നി കണ്ടിട്ട് എന്തോ മനോഹരമായ വസ്തുവാണ്, പുഷ്പമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ശലഭങ്ങൾ പോയി വീഴുന്നു. മീനങ്ങളെല്ലാം രസത്തിൽ മുഴുകിയിട്ട് താനേ വെളിച്ചം വിഴുങ്ങി വെളിച്ചം എന്ന് വെച്ചാൽ ചൂണ്ട വിഴുങ്ങി മരിക്കുന്നു. ഇതുപോലെയാണ് നീ ജാനകിയെ കണ്ട് മോഹിച്ചിട്ട് രാമനോട് പോയി ഏൽക്കാൻ പോകുന്നത് നിന്റെ നാശത്തിനാണ്, അത് ഈ കുലത്തിനെ തന്നെ നശിപ്പിക്കും. ഇത് 2 തവണ ഒരേ വരികൾ എഴുത്തച്ഛൻ ആവർത്തിച്ച് പറയുന്നു. ഈ രാവണനെ ആദ്യം രാവണ കുംഭകർണ സംവാദത്തിലും അതിനുശേഷം കുംഭകർണന്റെ നീതിവാക്യം എന്നുള്ള ഭാഗത്തും ഒരേ വരികൾ എഴുത്തച്ഛൻ ആവർത്തിച്ച് പറയുന്നു. കാരണം എന്താ, എഴുത്തച്ഛൻ കൃത്യമായി ക്ലിപ്തപ്പെടുത്തുകയാണ്, കുംഭകർണന് ഇതിൻ്റെ അപ്പുറം ഇനി ഒന്നും പറയാനില്ല, എന്നാലും ജ്യേഷ്ഠൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ യുദ്ധം ചെയ്യാം. അപ്പോൾ കുംഭകർണൻ അനുജൻ എന്നുള്ള ധർമ്മത്തെ വിട്ടില്ല, എന്നാൽ യഥാർത്ഥ ധർമ്മം രാവണനെ ധരിപ്പിക്കുകയും ചെയ്തു. അത് കുംഭകർണൻ്റെ ഒരു സ്വഭാവമാണ്. ഇതിനൊരു കാരണമുണ്ട്. എന്താ അറിയോ, രാജാക്കന്മാർ എല്ലാതരം പരിശീലനവും നേടിയവരാണ്. അവർക്ക് വേദം പഠിച്ചിട്ടുണ്ട്, അവർ രാഷ്ട്രതന്ത്രവും നയതന്ത്രവും ചാരതന്ത്രവും മനുഷ്യതന്ത്രവും ഒക്കെ പഠിച്ചവർ തന്നെയാണ്, പ്രജാതന്ത്രവും ഒക്കെ പഠിച്ചവർ തന്നെയാണ്. അതിലുള്ള ഒരു കാര്യം കൂടിയാണ് മന്ത്രികളുടെ ധർമ്മം. അപ്പോൾ ആ മന്ത്രിയുടെ ധർമ്മം, കുംഭകർണൻ രാജാവിൻ്റെ അനുജനാണെങ്കിലും ആ സഭയിൽ ഒരു മന്ത്രിയുടെ തത്തുല്യമായ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ എന്നോ അല്ലെങ്കിൽ ഒരു പ്രധാന മന്ത്രിയുടെ എന്നോ ഒക്കെ പറയാവുന്ന ഒരു സ്ഥാനം കുംഭകർണനുണ്ട്. അപ്പം നല്ല മന്ത്രം ഉപദേശിക്കുക എന്നുള്ളൊരു മന്ത്രിധർമ്മം കൂടെ കുംഭകർണൻ അവിടെ പാലിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ ഈ മനുഷ്യ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ രാമായണത്തില് നമുക്ക് നൽകുന്നുണ്ടോ? മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നതാണ്, അതുപോലെ തന്നെ രാമായണത്തിലും നിരവധിയായി പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ
ആയുസ് പോകുന്നത് ഏതും അറിയില്ല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുക എന്ന് പറയുന്നൊരു ഭാഗം. അതുപോലെ തന്നെ ആമകുംഭാമ്പു സമാനമായുസ്സുടൻ പോകുന്നുണ്ട്. അതായത് ആമകുംഭം എന്ന് പറയുമ്പോൾ, ആമ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിയായ ആമയല്ല പറയും, വേഗാത്ത കലം, അതായത് പച്ച മണ്ണ് കൊണ്ടുള്ള ഒരു മൺകലം എടുത്ത് അതിൽ വെള്ളം നിറച്ചാൽ എന്ത് സംഭവിക്കും? ക്രമേണ വെള്ളം ചോരാൻ തുടങ്ങും. ചോർന്ന് ആ കലം തന്നെ അലിഞ്ഞ് വീഴുന്നൊരവസ്ഥയിലേക്ക്. ഇതുപോലെയാണ് പലതരം ജലങ്ങളും അസ്ഥികളും കഷ്ണങ്ങളും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു വേഗാത്ത കലമാണ് മനുഷ്യ ശരീരം. അത് ആയുസ്സാണ് ഇതിൽ നിന്ന് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം ലക്ഷ്മണോപദേശത്തിലും സമാനമായി പറയുന്നുണ്ടോ? ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അതായത് യൗവനം എല്ലാ കാലത്തും ഉള്ളതല്ല, അത് കുറച്ച് കാലത്തേക്കാണ്. ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. അത് മനുഷ്യജീവിതം എങ്ങനെയാണ്? വന്യസന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. പഴുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോഹ കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എങ്ങനെ ഇരിക്കും? അത്രയേ ഉള്ളൂ മനുഷ്യായുസ്, അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ പറയുന്നു. ഇനി സാക്ഷാൽ രാവണനോട് ഹനുമാൻ സ്വാമി പോയിട്ട് ലങ്കയിൽ പറയുന്നത് എന്താണ്? ഹനുമാന് തത്തുല്യമായൊരു വലിയൊരു ഉപദേശം കൊടുക്കുകയാണ്. നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നീ എന്തിനാണ് ഇങ്ങനെ രാക്ഷസ ബുദ്ധി പ്രവർത്തിക്കുന്നത്? നീ ബ്രഹ്മാവിൻ്റെ പൗത്രനല്ലേ, നിസാരക്കാരനല്ലോ, സാമവേദജ്ഞനല്ലേ, എന്തിനാണിങ്ങനെ ഈ ത്യജമനസി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുതി, അത് ജനന മരണ ഭയനാശിനി, അന്യായുള്ളത് സംസാരകാരിണി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ തത്വോപദേശം ഹനുമാൻ സ്വാമി രാവണന് കൊടുക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ രാവണൻ ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്? നീ ആരുടെ ദൂതനാണ്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ പറഞ്ഞതാണ്, ഞാനിവിടെ ദൂത് വന്നതാണ്, എൻ്റെ ജോലി ദൂത് പറയുക, ഞാനത് പറയും. പറഞ്ഞ സമയത്ത് എന്നെ ഇവരൊക്കെ വധിക്കാൻ വന്നു, ഞാനും വധിച്ചു. ത്വൽഭൃത്യ വർഗത്തെ നിഗ്രഹിച്ചേനഹം, എന്തുകൊണ്ട്? എന്നെ വധിപ്പതിനായി വന്ന കാരണം. ഇതൊക്കെ പറഞ്ഞിട്ട് ഹനുമാൻ രാവണനോട് ഒരു ഉപദേശം കൊടുക്കും. എന്താണ്? ദശനിയുത ശതവയസ്സി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. ശരീരമുള്ളവൻ എപ്പോഴും സ്നേഹം ആരോടായിരിക്കും? ശരീരത്തിനോടാണ് സ്നേഹം. എന്നോടാണ് സ്നേഹമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ശരീരമാണോ എന്നൊരു ചോദ്യം അവിടെ ശരി. ദേഹമല്ലോർക്കൽ ഞാനായത് ആത്മാവ് എന്നുള്ള മോഹൈക കന്ത്രിയായുള്ളത് വിദ്യകൾ. അപ്പം ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണെന്നുള്ള വിദ്യ ഉണ്ടാവണമെന്ന് രാമനോടെ പറയുന്നുമുണ്ട്. അപ്പൊ പിന്നെ ഹനുമാൻ അതല്ലേ പറയാൻ പറ്റും? രാമൻ താരയോട് പറഞ്ഞതും അതെ, നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ദേഹമാണെങ്കിൽ അത് പോയി, നശിച്ചു കഴിഞ്ഞു. അല്ല, ജീവനാണെങ്കിൽ അത് നിത്യനാണ്, ആത്മസ്വരൂപനാണ്, ഈശ്വരനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നശ്വരതയെ സൂചിപ്പിക്കുന്ന, മനുഷ്യജീവിതത്തിൻ്റെ മനുഷ്യജന്മത്തിൻ്റെ നശ്വരതയെ സൂചിപ്പിക്കുന്ന ധാരാളമുണ്ട്. അഭേദാനന്ദ സ്വാമികൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിശ്വാസേ നഹി വിശ്വാസം. അതായത് ശ്വസിച്ചു, നിശ്വസിക്കുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് മനുഷ്യജന്മം എന്തിനാണ് തന്നിരിക്കുന്നത്? മനുഷ്യാണ് മുമുക്ഷുത്വം, മോക്ഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ നശ്വരത ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനും കൂടി ഈ പ്രാരാബ്ധ കർമ്മങ്ങൾ, അതായത് ഈ ജന്മത്തിലെ ഭാരങ്ങളെ വഹിക്കുന്നതോടൊപ്പം ഈശ്വര സ്മരണവും ചെയ്യുക. കാരണം ഗൃഹസ്ഥാശ്രമം മോശമല്ല, ഗൃഹസ്ഥാശ്രമം ഏറ്റവും ശ്രേഷ്ഠമാണ്. മറ്റ് 3 ആശ്രമങ്ങളിലുള്ളവരെയും താങ്ങി നിർത്തുന്നത് ഗൃഹസ്ഥനാണ്. പക്ഷേ ഗൃഹസ്ഥന് ആത്മീയതയ്ക്കുള്ള സ്ഥലവും സമയവും കുറവാണ്. പക്ഷേ എന്നാലും നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ചെയ്യാമെന്ന് രാമായണം ഒരു ഉപദേശം കൂടി കൊടുക്കുന്നു. അതൊരു നല്ല ഉപദേശമാണ് രാമായണത്തിൽ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേയിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട, നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ഇത്രയും സ്വാതന്ത്ര്യം ഈശ്വര ഭജനത്തിന് നമുക്ക് രാമായണ ദർശനം കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നശ്വരമായ ജീവിതമാണ്, ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കേണ്ട. കാഷായം ധരിച്ചാലോ സന്യാസം സ്വീകരിച്ചാലോ മാത്രം കിട്ടുന്നൊരവസ്ഥയാണ് മുക്തി എന്നും വിചാരിക്കേണ്ട. രാമായണം നൽകുന്ന സന്ദേശം, ഏത് കർമ്മം അനുഷ്ഠിച്ചാലും ഈശ്വരനെ ഭജിക്കുന്നവരാണ്, അവർക്കാണ് മുക്തി, അവരാണ് സ്ഥിതപ്രജ്ഞർ, അവർക്കാണ് മോക്ഷത്തിന് അവകാശം. ഇപ്പൊ നമ്മള് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു പോയി, പഞ്ചമതാക്കളെ കുറിച്ച് ഉപദേശം കൊടുക്കുന്നുണ്ട് ശ്രീരാമദേവൻ ബാലിക്ക്. അതേസമയം നമ്മള് സൗമിത്രയെ എടുത്തു നോക്കുമ്പോൾ സീതാദേവിയെ ഞാനായി കാണണം എന്ന് ലക്ഷ്മണനോട് പറയുന്നുണ്ട് സൗമിത്രാദേവി. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന, സ്ത്രീകളുടെ
സുരക്ഷയെ കുറിച്ച് സംസാരിക്കുന്ന ഉപദേശങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ധാരാളം ഉണ്ടല്ലോ. കാരണം രാമായണത്തിൽ വനവാസത്തിന് പോകുന്ന ലക്ഷ്മണൻ നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു നടന്നത്? എപ്പോഴും ലക്ഷ്മണൻ മുമ്പിലായിരുന്നു, സീതാദേവി മധ്യഭാഗത്തും രാമൻ പിൻഭാഗത്തുമായിരുന്നു. ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയായി വിളങ്ങുന്ന മായാഭഗവതിയെ പോലെ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ മായാഭഗവതി മായയാണെന്ന് അറിഞ്ഞിട്ടും ഭഗവാൻ അതിനെ എത്രത്തോളം അതിനനുസരിച്ച് മായയെ മോദമോടപ്പോൾ അംഗീകരിച്ചു എന്നൊരു വരി രാമായണത്തിലുണ്ട്. അപ്പോൾ അതിനെ അനുസരിച്ചിരുന്നു. അപ്പോൾ എല്ലാ സ്ത്രീകളിലും ഇരിക്കുന്നത് ഒരേ ഭഗവതിയാണ്. ആ ഒരു ദർശനം കൊടുക്കുന്നുണ്ടല്ലോ. ഈ നേരത്തെ പറഞ്ഞ ഉപദേശമുണ്ടല്ലോ, പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾ എന്നുള്ള ഭാവന, അത് ഒരു സ്ത്രീക്ക് ഞാൻ ഭഗവതിയാണ് എന്നുള്ള ഭാവന നഷ്ടപ്പെട്ടാൽ പിന്നെ അവരെ സ്ത്രീ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്ത്രീകൾക്ക് എന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ ആ ഭഗവതിയുടെ അംശമാണ് എന്നുള്ള ഒരു ഭാവം തന്നെയാണ്. അതില്ലാത്തവരെയൊക്കെ രാമൻ വധിച്ചിട്ടുണ്ട്. തടകെ വധിച്ചില്ല, ഹനുമാൻ ലങ്കാലക്ഷ്മിയെ വധിച്ചില്ല, അവർക്ക് മോക്ഷം കൊടുത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ ധർമ്മത്തിനെ ആര് നിലനിർത്തുന്നു? ധാരണാത് ധർമ്മം നിലനിർത്തുന്നതാണല്ലോ ധർമ്മം. അപ്പോൾ ധർമ്മത്തിനെ നിലനിർത്തുന്നവനെ ഈശ്വരനും രക്ഷിക്കും. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെയും രക്ഷിക്കും. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് രാമായണത്തിൽ ഇത്രയും സുരക്ഷിതമായി പല ഭാഗങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം. ലക്ഷ്മണൻ ചെയ്തത് എന്താ? വനവാസത്തിന് പോകുന്ന സമയത്ത് ശരി ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കുകയല്ല ചെയ്തത്. അമ്മയെ കൊണ്ട് കൗസല്യാദേവിയുടെ അടുത്ത് ഏൽപ്പിച്ചു. എൻ്റെ അമ്മയെ ഇവിടെ ഏൽപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അമ്മയെ ശുശ്രൂഷിക്കാൻ ഊർമിളയെ ഏൽപ്പിക്കുകയാണ്, സുമിത്രയെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഭരതനും ശത്രുഘ്നനും നന്ദിഗ്രാമത്തിൽ ഭഗവാന്റെ പാദകം വച്ച് പൂജിച്ചുകൊണ്ട് ബ്രഹ്മചാരിമാരായി രാമൻ എന്ത് വേഷം ധരിച്ചിരുന്നോ അതേപോലെ സന്യാസ വേഷം ധരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും അവിടെ മാണ്ഡവിയും ശ്രുതകീർത്തിയും ഇതേ ബ്രഹ്മചര്യത്തോടു കൂടി അവരെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥയും ചെയ്തിരുന്നു. ഇനി യുദ്ധം കഴിഞ്ഞ് സീതാദേവിയെ വീണ്ടെടുത്ത് തിരികെ വരുമ്പോൾ കിഷ്കിന്ധയിൽ ഇറങ്ങുന്നു. ഭഗവാൻ കൊടുക്കുന്ന നിർദ്ദേശം എന്താ? വാനരവീരരെ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനേ വരും. ആദ്യം നിങ്ങളെ ഭാര്യമാരെയൊക്കെ വിളിക്കാം. കാരണം എന്താ? അദ്ദേഹത്തിനോളം ഭാര്യാവിരഹ ദുഃഖം അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ സ്ത്രീകളുടെ മനസ്സ് എത്ര വേദനിച്ചിരിക്കുന്നു എന്നുള്ള ഭാവന. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ നമ്മൾ വാനരവീരന്മാരെ എല്ലാവരും ദേവന്മാരാണ് വാനരവീരരായി വന്നതെങ്കിലും വാനര സ്വഭാവം അവർക്കുണ്ട്. അതിൽ ശ്രേഷ്ഠന്മാരായ സുഗ്രീവ, അംഗദ, നീല, നള, ഹനുമാൻ മുതലായിട്ടുള്ള ആൾക്കാരെ സ്വീകരിച്ചാൽ പോരായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് പോയി അഭിഷേകമൊക്കെ കണ്ടിട്ട് നിങ്ങളെ തിരിച്ചയക്കാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. മറിച്ച് അങ്ങനെയല്ല ചെയ്തത്. നിങ്ങളുടെ ഭാര്യമാരെ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്നു കയറിക്കൊള്ളാൻ പറഞ്ഞു. അവരെയും കൂടെ കൂട്ടി. മനസ്സിലായി? അപ്പോൾ സ്ത്രീകൾക്ക് എത്ര പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. ശബരി മാതാവ് ചോദിക്കുന്നു, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് പാണ്ഡിത്യമില്ല, ഞാൻ അധകൃതയാണെന്ന് അവർ സ്വയം പറയുക. അപ്പോൾ ഭഗവാൻ പറയുന്ന മറുപടി എന്താ? സ്ത്രീ പുരുഷ ജാതി നാമ ആശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് കേവലേ. എന്നാൽ ശബരി മാതാവിൻ്റെ മഹാത്മ്യം എന്താ? അവരുടെ ഗുരുക്കന്മാര് 1000 ആണ്ടുകൾ തപസ് ചെയ്തിട്ട് കാണാൻ പറ്റിയില്ല ഭഗവാൻ. പക്ഷേ ഇവരുടെ ഭക്തി. അപ്പം ധർമ്മത്തെ ആര് പരിപാലിക്കുന്നു? അത് സ്ത്രീകളായാലും പുരുഷനായാലും അയാൾ എന്ത് ജാതിയായാലും അയാൾ എന്ത് നാമം സ്വീകരിച്ച ആളായാലും അയാൾ ഇനി ഏത് ആശ്രമത്തിൽ, ചതുരാശ്രമങ്ങളിൽ ഏത് ആശ്രമത്തിൽപ്പെട്ട ആൾ, അതൊന്നുമല്ല അതിന് കാരണം ഭക്തിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഏത് ഭാഗത്ത് നോക്കിയാലും. രാക്ഷസ വംശത്തെ ഞാൻ മുടിക്കുമെന്നാണ് രാമൻ പറഞ്ഞത്. മണ്ഡോദരിയെ വധിച്ചില്ലല്ലോ, ത്രിജടയെ വധിച്ചില്ലല്ലോ, ആരെയും വധിച്ചില്ലല്ലോ. അവരെയൊക്കെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്. വിഭീഷണനോട് അവരെയൊക്കെ സംരക്ഷിച്ചു കൊള്ളാനല്ലേ പറഞ്ഞു. അപ്പം ഇങ്ങനെ സ്ത്രീ സുരക്ഷ ഇതുപോലെ ചെയ്യാൻ ആർക്കും പറ്റില്ല. മനസ്സിലായില്ല? ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഒരാൾ ഭരണ ചുമതല ഏറ്റെടുക്കുമ്പോൾ പണ്ട് എതിർത്തിരുന്നവരെയും അവരുടെ വീട്ടിലെ സ്ത്രീകളെയും ഒക്കെ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും വേണമെങ്കിൽ ബോംബും കൂടെ എറിഞ്ഞ് തകർക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് തന്നെ ഇവിടെ ചുറ്റുപാടും നമ്മൾ കാണുന്നില്ല. അപ്പം ആ ഒരു വീക്ഷണമല്ല. ഏതോ ഒരു പിന്നെ ഉത്തര കൊറിയയിലോ മറ്റോ MP ഉറങ്ങിയതിന് വെടിവെച്ച് വന്ന സംഭവമൊക്കെ നമ്മൾ കേട്ടില്ലേ? അതായത് സ്വന്തം കൂടെ ഇരിക്കുന്നവരെ പോലും. പക്ഷെ രാമായണം നൽകുന്ന സന്ദേശം അതല്ല. വധിക്കുന്നുണ്ട് അധർമ്മികളെ. അല്ലാതെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ഇത്രയും ഒരു പരിഗണന കൊടുത്ത ഒരു ഗ്രന്ഥവും നമുക്ക്
കാണാൻ സാധിക്കില്ല. രാമൻ പറഞ്ഞെന്താ, ലക്ഷ്മണനോട് പറഞ്ഞു ജനനീ ജന്മഭൂമി, അല്ലാതെ എൻ്റെ ജന്മഭൂമി എന്നല്ല, അമ്മ എന്നുള്ള ശബ്ദം കൊടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് കൊടുത്തിരുന്ന വലിയ പരിഗണനയുടെ ലക്ഷണം. ഒരു ചോദ്യം കൂടി, നമ്മളിപ്പോ രാമായണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മറ്റൊരു ചൊല്ലാണ് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഒരു കഥ എന്തായിരുന്നു? സേതുബന്ധനം നടത്തിയിട്ടാണ് ഭഗവാൻ അക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിന് നളനും നീലനും ഒക്കെ വന്ന് സഹായിക്കുന്നതും അവർക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അവരെന്ത് വെള്ളത്തിലിട്ടാലും അത് പൊങ്ങിക്കിടക്കട്ടെ എന്നൊരു ശാപം, അതൊരു അനുഗ്രഹമായി. ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ ഈ ചിറ കെട്ടി കിടക്കുമ്പോൾ ഇതൊരു അണ്ണാരക്കണ്ണൻ കണ്ടുവന്നു. അപ്പൊ അവൻ വിചാരിച്ചു, ഇങ്ങനെ ഭഗവാൻ തന്നെ വന്നിട്ട് ഈ കാര്യത്തിൽ ഏർപ്പെടുകയാണല്ലോ, വാനരന്മാരൊക്കെ ചെയ്യുന്നു, ഞാനും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊരു വലിയ ഉത്സാഹം ധർമ്മത്തിന് വേണ്ടി അണ്ണാരക്കണ്ണന് പോലും ഉണ്ടായി എന്നാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ സമുദ്രജലത്തിൽ പോയി മുങ്ങി. എന്നിട്ട് കരയിലേക്ക് വന്ന് മണൽത്തിട്ടയിൽ കിടന്ന് ഉരുണ്ടു. എന്നിട്ട് ഈ ചിറ കെട്ടുന്ന സ്ഥലത്ത് ഒരു ശരീരം ഒന്ന് പുടയും. ആ പുടയിൽ നിന്ന് മണൽത്തരികൾ പോയി ഇങ്ങനെ തെറിക്കുക. അപ്പൊ അവനെ കൊണ്ട് പറ്റുന്ന അത്രയേ ഉള്ളൂ. അപ്പൊ അത് ചെയ്തുകൊണ്ട് ഈ പ്രവൃത്തി നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അത് ഭഗവാൻ കണ്ടു. ഭഗവാനെ കണ്ണ് നിറഞ്ഞു പോയി എന്നാണ്. അവനെ കയ്യിൽ എടുത്തിട്ട് അത് കൈകൊണ്ട് മുഴുവൻ തടവാനും പറ്റില്ല, കുഞ്ഞു ശരീരമല്ലേ. അങ്ങനെ ഈ 3 വിരലും കൊണ്ട് ഇങ്ങനെ തലോടിയതാണ്. അത് ഒരു അനുഗ്രഹമായി ഇന്നും അണ്ണാരക്കണ്ണന്റെ ശരീരത്തിൽ കാണുന്നു. ഭഗവാന്റെ തലോടലാണ് എന്ന് പറയുന്നത്. അപ്പൊ അണ്ണാരക്കണ്ണനും തന്നാലായത്, എന്നെ കൊണ്ട് എന്ത് പറ്റും, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ധർമ്മത്തിന് വേണ്ടി, അത് നമ്മൾ ചെയ്യുക, നമ്മുടെ ഭാഗം നമ്മൾ കൃത്യമായി ചെയ്യുക എന്നുള്ള സന്ദേശമാണ് അതിൽ കൂടി കൊടുക്കുന്നത്. എന്തായാലും ഈ ഗുണപാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരുന്ന തലമുറയും ഇപ്പോഴുള്ള തലമുറയും എല്ലാം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. നമസ്കാരം. നമസ്കാരം. ജയ് സീതാറാം.